ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ മലയാള സിനിമാ മേഖലയിൽ നേരെ കേട്ടത് മോളിവുഡിൻ്റെ സുവർണ്ണകാലം എന്നതാണ്. പറഞ്ഞ് ക്ലീശ ആയെങ്കിലും ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങളും തിയേറ്റർ ഭരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വിവിധ ജോണറുകളിലെത്തി പ്രേക്ഷകരെ രസിപ്പിക്കുന്ന സിനിമകൾ കളക്ഷനിലും വലിയ കുതിപ്പാണ് നടത്തുന്നത്. ഇതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മെഗാസ്റ്റാറിൻ്റെ ഷോയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ടർബോ തന്നെയാണ് കളക്ഷനിൽ വമ്പൻ കുതിപ്പ് നടത്തുന്നത്. ആദ്യ ദിന കളക്ഷനിലും അതുവരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങളെ ബഹുദൂരം പിന്നിലാക്കി 17 കോടിക്ക് മുകളിലാണ് ചിത്രം ആഗോളതലത്തിൽ നിന്നും ആദ്യ ദിനം നേടിയത്. ചിത്രം ഇതുവരെ നേടിയത് എത്രയാണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കണക്ക് ഒന്ന് എളുപ്പത്തിൽ പറയാം. 2024 ജനുവരി മുതൽ ഇറങ്ങിയ ഓരോ മലയാള സിനിമകളുടെയും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ മലയാള സിനിമയുടെ തിരിച്ചുവരവ് കാണിക്കുന്നതാണ്. മെയ് പകുതി വരെ, അതായത് ഏകദേശം 1000 കോടിയുടെ ബിസിനസ്സാണ് മലയാള സിനിമ ഉണ്ടാക്കിയത്. ഇത് ഒരു വലിയ റെക്കോർഡാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായ ബോളിവുഡിന് പോലും ഈ വർഷം ഈ നേട്ടത്തിൽ എത്താനായിട്ടില്ലെന്നാണ് ഒരു വസ്തുത. തെലുങ്കിലും തമിഴിലും സൂപ്പർ താരങ്ങളുടെ ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കുമ്പോഴാണ് മലയാള സിനിമ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. മലയാള സിനിമയുടെ കുതിപ്പ് രാജ്യവ്യാപകമായി ശ്രദ്ധേയമാവുന്നുണ്ട്. മലയാളത്തിന് ഈ നേട്ടം കൊണ്ടുവന്ന ചിത്രങ്ങളെയും അവരുടെ കളക്ഷനും ഒന്ന് എളുപ്പത്തിൽ നമുക്കൊന്ന് പറഞ്ഞു പോയാലോ. മഞ്ഞുമൽ ബോയ്സ് 242.5 കോടി, ആടുജീവിതം 158.5 കോടി, ആവേശം 156 കോടി, പ്രേമലു 136.25 കോടി, വർഷങ്ങൾക്ക് ശേഷം 83 കോടി, ഭ്രമയുഗം 58.8 കോടി, ഗുരുവായൂർ അമ്പലനടയിൽ 42 കോടി, എബ്രഹാം ഓസ്ലർ 40.85 കോടി, മലൈക്കോട്ട വാലിബൻ 30 കോടി, മലയാളി ഫ്രം ഇന്ത്യ 19 കോടി, അന്വേഷിപ്പിൻ കണ്ടെത്തും 17 കോടി, പവി കെയർടേക്കർ 12 കോടി, മറ്റുള്ള മലയാള സിനിമകളെല്ലാം കൂടി 20 കോടി. ഇനി ടർബോ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഒന്നിച്ച് റിലീസ് ചെയ്ത മലയാള ചിത്രം എന്ന പ്രത്യേകതയും ടർബോക്കുണ്ടായിരുന്നു. രണ്ടാം ദിന കളക്ഷനിൽ ചെറിയ കുറവ് വന്നെങ്കിലും മൂന്നാം ദിനം വീണ്ടും ടർബോ അതിൻ്റെ ട്രാക്ക് തിരികെ പിടിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ ആഗോള കളക്ഷൻ പുറത്തു വരുമ്പോൾ 35 കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ നേടിയത്. മഴ മാറി നിൽക്കുന്നതും അവധിക്കാലവും ചിത്രത്തിൻ്റെ കളക്ഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. ടർബോ റിലീസിന് മുമ്പ് തന്നെ വലിയ ഹൈപ്പ് നേടിയ ചിത്രമാണ്. ഇത് പ്രീസെയിലൂടെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാനും ചിത്രത്തിനായി. 2024 മലയാള ചിത്രങ്ങളിൽ ആദ്യ ദിന കളക്ഷനിൽ സർവ്വ ചിത്രങ്ങളെയും ടർബോ വീഴ്ത്തിയിരുന്നു. ആദ്യ ദിനത്തിൽ 6.25 കോടി രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. മലൈക്കോട്ട വാലിബൻ്റെ 5.85 കോടിയുടെ ഈ വർഷത്തെ ആദ്യ ദിന കളക്ഷനെയാണ് ചിത്രം എളുപ്പത്തിൽ മറികടന്നത്. രണ്ടാം ദിനത്തിൽ 3.70 കോടിയും നാലാം ദിനത്തിൽ 4 കോടിക്ക് മുകളിലുമാണ് ടർബോ കേരളത്തിൽ നിന്നും വാരിയത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 14 കോടിക്കടുത്ത് ചിത്രം നേടിയെന്ന് ട്രാക്കർമാർ പറയുന്നുണ്ട്. മൂന്നാം ദിനത്തിൽ 41.43% ടർബോയുടെ ഒക്യുപ്പൻസി. നൈറ്റ് ഷോകളിൽ ചിത്രത്തിന് 51.95% ഒക്യുപ്പൻസി ഉണ്ട്. മിക്സ്ഡ് റിവ്യൂവിനും വലിയ ക്ലാഷിനുമിടയിലും ചിത്രം ഇത്ര വലിയ കളക്ഷൻ നേടുന്നതും അത്ഭുതമാണ്. കളക്ഷനിൽ ഈ ആഴ്ചയിൽ മുന്നേറ്റം ഉണ്ടാക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തിൻ്റെ 9 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 60 കോടിക്ക് മുകളിൽ ആഗോള കളക്ഷനായി ചിത്രം വാരിയിട്ടുണ്ട്. വൻ മുന്നേറ്റമാണ് ചിത്രം നടത്തുന്നത്. ടർബോയുടെ കുതിപ്പ് പൃഥ്വി ബേസിൽ ചിത്രത്തെ ബാധിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ആഴ്ചയോടെ ചിത്രം 75 കോടി കടക്കുമെന്നാണ് ട്രാക്കർമാരുടെ പക്ഷം. അങ്ങനെ വന്നാൽ ഒരു വർഷം 2 ബ്ലോക്ക് ബസ്റ്ററും 100 കോടിയും പൃഥ്വിരാജിന് സ്വന്തമാകും. ഗുരുവായൂർ അമ്പലനടയിലെ നിർമ്മാണ പങ്കാളി കൂടിയാണ് പൃഥ്വിരാജ്. കേരളത്തിൽ നിന്ന് മാത്രമായി 3.8 കോടിയാണ് സിനിമയുടെ ആദ്യ ദിനം സ്വന്തമാക്കിയത്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് ആയിരുന്നു ഇത്. 16 കോടിയിലധികം നേടിയ ആടുജീവിതമാണ് പൃഥ്വിയുടെ കരിയർ ബെസ്റ്റ്. എന്തുകൊണ്ടും പൃഥ്വി എന്ന അഭിനേതാവിനും നിർമ്മാതാവിനും 2024 നല്ല സമയമാണ്. ടർബോക്ക് പിന്നാലെ തിയേറ്ററിലെത്തിയ തലവൻ മികച്ച അഭിപ്രായവുമായി തിയേറ്ററുകളിൽ ആള് നിറക്കുന്നുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം ഒരുക്കി നൽകിയതിന് ജിസ് ജോയ്ക്കും പ്രേക്ഷകർ കയ്യടി കൊടുക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ 2 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 2 കോടിയിലേക്ക് ചിത്രം കുതിക്കുന്നുണ്ടെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. ആദ്യ ദിനത്തേക്കാൾ കളക്ഷൻ രണ്ടാം ദിനത്തിൽ നേടുന്നത് ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതിൻ്റെ സൂചന തന്നെയാണ്. ഏറെ നാളായി ഒരു ഹിറ്റില്ലാത്ത ആസിഫ് അലിയുടെ തിരിച്ചുവരവിന് തിരി തെളിയിക്കാനും തലവനായിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവൊന്നുമല്ല. താരതമ്യേന കുറഞ്ഞ ബജറ്റിൽ വലിയ ഹൈപ്പിൻ്റെ പിൻബലത്തിൽ ഇറങ്ങാത്ത ചിത്രങ്ങളും തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുന്ന കാഴ്ചയാണ് ഈ ആഴ്ചയിൽ മറ്റൊരു സന്തോഷം. അൽത്താഫും അനാർക്കലി മരക്കാറും പ്രധാന വശത്തിലെത്തിയ മന്ദാകിനിയും കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്നുണ്ട്. ചിത്രം ആദ്യ ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18 ലക്ഷത്തിന് മുകളിലാണ് നേടിയത്. വ്യത്യസ്തമായ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ടാണ് മലയാള ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഭരിക്കുന്നത്. താരതമ്യേന മലയാള സിനിമകൾ കുറവ് കാണാറുള്ള കന്നഡ, തെലുങ്ക് പ്രേക്ഷകർ ഇക്കൊല്ലത്തെ പല മലയാള സിനിമകളും തിയേറ്ററിൽ പോയി കാണാനായി എന്നതാണ് അതിൻ്റെ ഹിറ്റ് സൂചിപ്പിക്കുന്നത്. ഭാഷക്കപ്പുറത്തേക്ക് ആസ്വാദനം സാധ്യമാക്കുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇക്കൊല്ലം മലയാളം ഇനിയും ഏറെ കാത്തുവച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്.